ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇപ്പൊ വന്നിരിക്കുന്ന ചേഞ്ചസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാനഡ ഇമിഗ്രേഷൻ ലാസ്റ്റ് ടൈം തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാനഡിയൻ ഇമിഗ്രേഷൻ ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തിങ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നവംബർ 16 NOC നാഷണൽ ഓക്യുപേഷണൽ ക്ലാസിഫിക്കേഷൻ. NOC നമ്മൾ ഇതുവരെ നോക്കിയത് 2011 ആണ്. ഈ 2011 NOC ഇപ്പം ഇല്ല, ഇനിയില്ല. ഇനി ഈ NOC സിസ്റ്റം മാറിയിട്ട് ഇനി വരുന്നതാണ് TEER, TEER. TEER സിസ്റ്റത്തിലോട്ട് അവർ ചേഞ്ച് ചെയ്തു. നവംബർ 16, 2022 ഈ ഒരു പ്രോസസ് നിലവിൽ വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പ്രസ് എൻട്രി പൂളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്ത് പ്ലേസ്ഡ് ആയി കിടക്കുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓക്യുപേഷൻ കോഡ് എല്ലാം മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ അപ്ഡേഷൻ നമ്മുടെ എക്സ്പ്രസ് എൻട്രിയുടെ പ്രൊഫൈലിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രൊഫൈലും ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. നോട്ട് ട്രാൻസ്മിറ്റഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും എടുക്കുമ്പോഴത്തേക്ക്. നിങ്ങൾക്ക് എത്ര CRS ഉള്ള ആളാണെന്ന് പറഞ്ഞാൽ പോലും എക്സ്പ്രസ് എൻട്രി പൂള് ഇനാക്റ്റീവ് ആണെങ്കിൽ നിങ്ങളെ അടുത്ത ഡ്രോയിൽ വിളിക്കില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ പൂള് ആക്റ്റീവ് ആക്കി വെക്കാനായിട്ട് നോക്കുക. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ജോബ് കോഡിന്റെ അവിടെയായിട്ട് നേരത്തെ നമ്മൾ ജോബിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുന്നിടത്ത് ഇപ്പം നോട്ട് ട്രാൻസ്മിറ്റഡ് എന്ന് പറഞ്ഞ് കിടക്കുമായിരിക്കും. അവിടെ പുതിയ NOC കോഡ് കൊടുക്കണം, NOC അല്ലെങ്കിൽ TEER കോഡ് കൊടുക്കണം, TEER TEER കോഡ് കൊടുക്കണം. ഈ TEERനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ NOC ഉണ്ടായിരുന്നത് എങ്ങനെയാ? 0 OABCD അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത OA and B ആയിരുന്നു മൈഗ്രേഷന് നമുക്ക് എലിജിബിൾ ആകുന്ന NOCs. TEER സിസ്റ്റത്തിനകത്ത് 0, 1, 2, 3, 4, 5 അങ്ങനെയാണ് അവര് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് TEER 0 എന്ന് പറയുന്ന കാറ്റഗറി അത് മിക്കവാറും NOCക്കകത്തുണ്ടായിരുന്ന 0ക്കകത്ത് മിക്കവാറും എല്ലാ ഓക്യുപേഷൻസും ഉണ്ട്. പക്ഷെ നിങ്ങൾ നോക്കണം നിങ്ങളുടെ ഏത് ഓക്യുപേഷൻ എവിടെയാണ് കിടക്കണമെന്നുള്ളത്. നമുക്ക് പറയാൻ പറ്റത്തില്ല, എല്ലാം ഒത്തിരി ഓക്യുപേഷൻസ് ഉള്ളതുകൊണ്ട് ഏതൊക്കെ അങ്ങോട്ടൊക്കെ മാറി എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കണം, നിങ്ങളുടെ TEER സിസ്റ്റം അനുസരിച്ച് നിങ്ങളുടെ NOC നോക്കണം എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് NOC Aയിലുണ്ടായിരുന്ന മിക്കവാറും ഓക്യുപേഷൻസ് NOCs എല്ലാം അല്ലെങ്കിൽ ഓക്യുപേഷൻ കോഡ്സ് എല്ലാം നേരെ പോയിട്ട് TEER 1 വന്നിട്ടുണ്ട്. ഇനി അടുത്തത് NOC B ആണ്. ശരിക്കും നമുക്കറിയാം NOC Bയിലായിരുന്നു കണ്ടമാനം ഓക്യുപേഷൻസ് ഉണ്ട്. മിക്കവാറും എല്ലാവരും ക്വാളിഫൈ ആക്കൊണ്ടിരുന്നതും NOC B വെച്ചിട്ടായിരുന്നു. NOC Bയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഓക്യുപേഷൻസ് ഉണ്ടായിരുന്നത് അല്ലെ. ആ NOC Bയിൽ ഉണ്ടായിരുന്ന ഓക്യുപേഷനെ അവർ TEER സിസ്റ്റത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനകത്ത് NOC Bയിൽ ഉണ്ടായിരുന്ന ഓക്യുപേഷൻസ് TEER സിസ്റ്റത്തിനകത്ത് TEER 2 അല്ലെങ്കിൽ TEER 3 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഓക്യുപേഷൻ അനുസരിച്ച് ഈ TEER സിസ്റ്റം ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ നോക്കണം നിങ്ങളുടെ ഓക്യുപേഷൻ കോഡ് എവിടെയാണ് വരുന്നത്. TEERന്റെ തന്നെ 2ലാണോ 3ലാണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. പിന്നെ NOC നമുക്ക് വന്നിരുന്നത് C ആയിരുന്നു. NOC C നേരെ TEER 4ലോട്ടും NOC D 5ലോട്ടുമാണ് വന്നിരിക്കുന്നത്. ഇത് അങ്ങോട്ടും നമ്മൾ പറഞ്ഞാലും നമ്മുടെ ഓക്യുപേഷൻ അനുസരിച്ച് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നിങ്ങൾ ഒന്ന് കൺഫേം ചെയ്യാം. ഇനിയത്തെ ഒരു മേജർ ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ NOC 4 ഡിജിറ്റ് കോഡ്സ് ആയിരുന്നു. 1111, 0124 അങ്ങനെ പല NOC 4 ഡിജിറ്റ് കോഡ്സ് ആണ്. ഇത് മാറിയിട്ട് 5 ഡിജിറ്റ് ആയിട്ടുണ്ട്. ഇത് നേരത്തെ ലാസ്റ്റ് ഇയർ തന്നെ അവർ പറഞ്ഞതാണ് NOC കോഡ്സ് ചേഞ്ച് ചെയ്യുന്നുള്ളത്. അത് ഇപ്പൊ അവർ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. നവംബർ 16 അത് നിലവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയത്തെ കോഡ്സ് എല്ലാം ഈ TEER സിസ്റ്റത്തിലെ കോഡ്സ് വരുന്നതെല്ലാം 5 ഡിജിറ്റ്സ് ആയിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും എക്സ്പ്രസ് എൻട്രി പൂൾസ് ഇതിന് ട്രൈ ചെയ്യുന്ന നിങ്ങൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും ഇപ്പം കിടക്കുക. ഒരു കൺസൾട്ടന്റ് വഴിയാണ് കൊടുത്തേക്കുന്നതെങ്കിൽ കൺസൾട്ടന്റിനെ വിളിച്ച് സംസാരിച്ചിട്ട് പറയും പൂൾ അപ്ഡേറ്റ് മിക്കവാറും എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് കാണും, എല്ലാ കൺസൾട്ടൻസും അപ്ഡേറ്റ് ചെയ്ത് കാണും. എന്നാലും നമ്മുടെ കാര്യം ഒന്നുകൂടെ ഉറപ്പ് വരുത്തിയേക്ക് നിങ്ങളുടെ പൂൾ അപ്ഡേറ്റ് ആയി എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് വാങ്ങിക്കുക. ഓക്കെ. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഫൈൽ ഇനി ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമല്ല ഈ പറയുന്നത്. ഇപ്പം എക്സ്പ്രസ് എൻട്രി പൂളിൽ ഉള്ള ആൾക്കാര് ITA വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ITA വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും പൂള് ആക്റ്റീവ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ തിങ്. സോ എത്രയും പെട്ടെന്ന് തന്നെ
ഈ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ പൂള് ആക്റ്റീവ് ആക്കി വെക്കാൻ നോക്കുക. ഇനിയത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എക്സ്പ്രസ് എൻട്രി ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിനി പോയിന്റ്സ് ഒക്കെ മീറ്റ് ചെയ്ത് നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ NOC കോഡ്സ് തന്നെയാണ് അല്ലെങ്കിൽ TEER സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾ ആക്റ്റീവ് ആവുക. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വന്നേക്കുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 16 ഓക്യുപ്പേഷൻസ്, നേരത്തെ PR എലിജിബിലിറ്റി ഇല്ലാതിരുന്ന ഒരു 16 ഓക്യുപ്പേഷൻസ് PR എലിജിബിൾ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ TEER സിസ്റ്റത്തിനകത്ത് നമുക്ക് ആക്സെപ്റ്റബിൾ ഓക്യുപ്പേഷന്റെ ഗണത്തിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് വരുന്നതാണ് ട്രക്ക് ഡ്രൈവേഴ്സ്, ട്രാൻസ്പോർട്ട് ബസ് ട്രക്ക് ഡ്രൈവേഴ്സ്, ബസ് ഡ്രൈവേഴ്സ്, അതുപോലെ ഫാർമസി അസിസ്റ്റൻസ്, എലിമെന്ററി സ്കൂൾ അസിസ്റ്റൻസ്, പിന്നെ അങ്ങനെ കുറെ ഓക്യുപ്പേഷൻസ്, ഡെന്റൽ ടെക്നീഷ്യൻസ്, ഡെന്റൽ അസിസ്റ്റൻസ്, ടെക്നീഷ്യൻസ് അസിസ്റ്റൻസ്, അങ്ങനെ കുറെ ഓക്യുപ്പേഷൻസ് ഞാൻ ലിസ്റ്റ് ഇപ്പൊ കാണിച്ചു തരാം. ഇത്രയും ഓക്യുപ്പേഷൻസ് പുതിയതായിട്ട് PR എലിജിബിൾ ആയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അപ്ലൈ ചെയ്ത് അവിടെ പോകുന്നതിനും കൂടുതലായിട്ട് അവിടെ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് പെർമിറ്റ് എടുത്ത് നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇതേ ഫീൽഡിലാണ് ഒരു പാർട്ട് ടൈം ജോബോ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ജോബോ അവിടെ ഉള്ളതെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സ്, ഇപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ സ്റ്റുഡൻസ് ഒക്കെ പോയിട്ട് ട്രക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് സ്റ്റേ ബാക്കിന്റെ ഒക്കെ സമയത്ത് ലൈസൻസ് എടുത്തിട്ട് നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതൊന്നും PR എലിജിബിൾ ആയിരുന്നില്ല ഇതുവരെ. ഇനി അതൊക്കെ മാറിയിട്ട് PRന് എലിജിബിലിറ്റിയോട്ട് ആകുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ പഠിക്കാൻ പോയാൽ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇവിടുന്ന് പോകുന്നവർക്ക് അല്ല എന്നല്ല കേട്ടോ, അവിടെ ഉള്ളവർക്ക് കുറച്ചും കൂടെ നല്ലതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യാനായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അറിയത്തില്ല എങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ലിങ്ക് ഇടാം, ആ ലിങ്കിൽ കയറിയിട്ട് ട്രൈ ചെയ്യുകയോ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓക്യുപ്പേഷൻ ഏത് NOCയിലാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ, നമ്മൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ഓക്യുപ്പേഷൻ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഏത് TEERലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. സോ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ആക്റ്റീവ് ആക്കി കേരളത്തിലോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.